ഹായ് ഹലോ നമസ്കാരം. ഞാൻ ഡോക്ടർ ശരണ്യ രജീഷ്. വെൽക്കം ടു ഫോക്കസ് ട്രേഡ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസിലായിട്ട്, അതായത് ഇൻഡിക്കേറ്റർ സീരീസ് നമ്മൾ തുടങ്ങി. ഇൻഡിക്കേറ്റർ എന്താണെന്നും പിന്നെ 3-4 ഇൻഡിക്കേറ്റർ നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ അതൊക്കെ എല്ലാവരും കാണുന്നുണ്ട്, കണ്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് തന്നെയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. പുതിയ 2 ഇൻഡിക്കേറ്റേഴ്സ്, അതായത് RSI റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സും സ്റ്റൊക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ, ഇങ്ങനെ 2 ഇൻഡിക്കേറ്ററാണ്. ഇത് രണ്ടും കണക്റ്റഡായി വരുന്നത് കൊണ്ടാണ് ഇത് ഒരുമിച്ച് പറയുന്നത്. അപ്പോൾ ഈ 2 ഇൻഡിക്കേറ്ററാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇതിന് ഞാൻ പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ തരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോസിലായിട്ട് നമ്മൾ എന്താണ് ഇൻഡിക്കേറ്റേഴ്സെന്നും ഇൻഡിക്കേറ്റേഴ്സ് എങ്ങനെയാണ് ചാർട്ടിൽ കൊണ്ട് അപ്ലൈ ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ആദ്യം തന്നെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ എല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ ചാർട്ട് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് ലെങ്തായി പോകും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം തന്നെ എല്ലാവർക്കും എന്താണ് ഇൻഡിക്കേറ്റേഴ്സ് ഒരു ഐഡിയ, ഇൻഡിക്കേറ്റേഴ്സിൽ കുറച്ച് ലൈൻസ് ഉണ്ട്, അതിങ്ങനെയാണെന്നൊക്കെ 2 വീഡിയോ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും കുറേയൊക്കെ ഐഡിയാസ് കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനിയൊരു പ്രത്യേക ഇൻട്രൊഡക്ഷനും പിന്നെ അത് ചാർട്ടിലെടുത്ത് കാണിച്ച് അങ്ങനെ വീഡിയോൻ്റെ ലെങ്ത്ത് കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ചാർട്ടിൽ തന്നെ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്തിട്ട് ചാർട്ടിൽ തന്നെ ഇതെങ്ങനെയാണ് വരുന്നത്, എന്താണ് RSI എന്നൊക്കെ ചാർട്ട് കാണിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു തരാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ 3 വീഡിയോസ് അതായത് ഇൻഡിക്കേറ്റർ സീരീസിൻ്റെ ആദ്യത്തെ 3 വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഞാൻ അതിൻ്റെ എല്ലാ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആ സീരീസിലെ 3 വീഡിയോസും കാണണം. എന്നാലേ എന്താണ് ഇൻഡിക്കേറ്റേഴ്സ് എന്നും ആ ഒരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങൾ ആ ഒരു ഫ്ലോയിലും നിങ്ങൾക്ക് എല്ലാവർക്കും വരാൻ പറ്റുള്ളൂ. എന്നിട്ട് ഈ വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് ഉടനെ എന്താണ് RSI അതുപോലെ എന്താണ് സ്റ്റൊക്കാസ്റ്റിക് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം തന്നെ സ്റ്റൊക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ നോക്കാം. അപ്പൊ സ്റ്റൊക്കാസ്റ്റിക് ആണെങ്കിലും RSI ആണെങ്കിലും ഇതിന്റെ സിമിലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും ലീഡിംഗ് ഇൻഡിക്കേറ്റർ ആണ്. അതുപോലെ തന്നെ ഓക്സിലേറ്റിംഗ് ഇൻഡിക്കേറ്റർ ആണ്, മൊമെന്റം ഇൻഡിക്കേറ്റർ ആണ്. അപ്പൊ ഇതൊക്കെ എന്താണ് ലീഡിംഗ് ഇൻഡിക്കേറ്റർ, എന്താണ് ലാഗിങ്, എന്താണ് വോളിയം ഇൻഡിക്കേറ്റർ, മൊമെന്റം, ഓക്സിലേറ്റിംഗ് എന്താണ്, ഇതൊക്കെ നമ്മൾ ഇൻഡിക്കേറ്റർ സീരീസിന്റെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വീഡിയോ കാണാത്തവരാണെങ്കിൽ അത് കാണുക. സീരീസിലെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പൊ വീഡിയോ കാണാത്തവർ അത് കണ്ടിട്ട് എന്താണ് അത് എന്നൊക്കെ മനസ്സിലാക്കാം. അപ്പൊ ഇത് രണ്ടും RSI ആണെങ്കിലും സ്റ്റൊക്കാസ്റ്റിക് ആണെങ്കിലും എന്താണ് ലീഡിങ്ങും മൊമെന്റും ഓക്സിലേറ്റിംഗും ഇൻഡിക്കേറ്റർ ആണ്. നമ്മൾ സാധാരണ പോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സിൽ പോയിട്ട് നമ്മൾ സ്റ്റൊക്കാസ്റ്റിക് എന്ന് ടൈപ്പ് ചെയ്യുന്നു. സ്റ്റൊക്കാസ്റ്റിക് STO എന്ന് വരുമ്പോൾ തന്നെ ഇവിടെ സ്റ്റൊക്കാസ്റ്റിക് എന്ന് പറഞ്ഞിട്ട് സ്റ്റൊക്കാസ്റ്റിക് RSI എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ സ്റ്റൊക്കാസ്റ്റിക് മാത്രം എടുക്കാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ഇവിടെ സ്റ്റൊക്കാസ്റ്റിക് വന്നു. അപ്പൊ സ്റ്റൊക്കാസ്റ്റിക് കണ്ടോ, ഇവിടെയാണ് കാണുന്നത് സ്റ്റൊക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ. 2 ലൈനുകൾ നമ്മൾ കാണുന്നുണ്ട്. ഇതിന്റെ സെറ്റിങ്സ് നമുക്കൊന്നും മാറ്റാനില്ല, സെറ്റിങ്സ് എല്ലാം അതുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ സെറ്റിങ്സിൽ ഇൻപുട്സിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാണാം %K ലെങ്ത്, %D സ്മൂത്തനിങ്, ഇങ്ങനെ കാണാം %K %D എന്ന്. അപ്പൊ ഇത് തന്നെയാണ് ഈ 2 ലൈനുകൾ. അതായത് ഈ 2 ലൈനുകൾ എന്ന് പറയുന്നത് ഒന്ന് %K ലൈനും ഒന്ന് %D ലൈനും, അങ്ങനെയാണ് ഇതിനെ പറയുന്നത്. ഈ %K %D എന്ന് പറഞ്ഞ 2 ലൈൻ ഉണ്ട്. അപ്പൊ ഇതിനൊക്കെ വലിയൊരു ഫോർമുല ഉണ്ട്. അതായത് %K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് H-C4 ഡിവൈഡഡ് ബൈ L എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു ഫോർമുല ഇവിടെ കിടക്കുന്നുണ്ട്. DQ അതുപോലെ തന്നെ Kയുടെ മൂവിങ് ആവറേജ് വെച്ചിട്ട് വരുന്ന ഒരു ഫോർമുല DQ ഉണ്ട്. അപ്പൊ ഈ ഫോർമുല മുഴുവൻ പറഞ്ഞ് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. പക്ഷെ ഈ ഫോർമുല മുഴുവൻ കാണാൻ പഠിക്കാനും ആ ഫോർമുല മുഴുവൻ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ ഏറ്റവും എളുപ്പത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ മതി. അതുകൊണ്ട് ഞാൻ ആ ഫോർമുല മുഴുവൻ ഇവിടെ പറഞ്ഞ് വിശദീകരിച്ച് ഒരുപാട് ലെങ്ത് കൂട്ടുന്നില്ല. എന്താ കാര്യം എന്ന് അറിയുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫോർമുല അറിഞ്ഞ് അതിന് എന്താന്നൊക്കെ മനസ്സിലാക്കണം, അങ്ങനെ ഡീപ്പായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് സ്റ്റൊക്കാസ്റ്റിക്കിന്റെ ഫോർമുല എന്ന് പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് എന്താ കാര്യം എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആ ഫോർമുല നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാം. അങ്ങനെ ഡീപ്പായിട്ട് പഠിക്കുന്നവർക്ക് തീർച്ചയായും പഠിക്കാം. അപ്പൊ ഞാനിപ്പോ ഇവിടെ എന്താ കാര്യം എന്ന് പറയാം. ഇവിടെ ഈ സ്റ്റൊക്കാസ്റ്റിക്കിൽ എന്താണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് ക്ലോസിംഗ് പ്രൈസ്, അതായത് ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസ്. ഇപ്പൊ നമ്മൾ ഇന്നത്തെയാണ് എടുക്കുന്നതെങ്കിൽ ഇന്നത്തെ ക്യാൻഡിലിന്റെ ക്ലോസിംഗ് പ്രൈസ്, അപ്പൊ ആ ക്ലോസിംഗ് പ്രൈസ് ഒരു 100 ആണെന്ന് വിചാരിക്കാം. ഇനി 14 ഡേയ്സ് മുമ്പ്, 14 ഡേയ്സ് ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് വാല്യൂ ആയിട്ട് എടുക്കുന്നത്. ഈ 14 ദിവസം, മുന്നത്തെ 14 ദിവസത്തിലെ ഹൈ പ്രൈസും ലോ പ്രൈസും എത്രയാണെന്ന് നോക്കും. അപ്പൊ ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസ് നോക്കി. അപ്പൊ ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസ് നമുക്ക് കിട്ടിയത് ഒരു 100 ആണെന്ന് വിചാരിക്കാം.
എന്നിട്ട് 14 ദിവസം മുമ്പ് നമുക്ക് കിട്ടിയതോ ആ 14 ദിവസത്തെ ഹൈ പ്രൈസുകൾ 14 ദിവസം വന്ന മുന്നേ നോക്കിയപ്പോൾ എല്ലാ ഹൈ പ്രൈസും ഒരു ദിവസം ഒരു 80 ആയിരുന്നു ഹൈ പ്രൈസ്, പിന്നെ 84ആയി, 85ആയി, 90ആയി, 91ആയി, 84ആയി, 92ആയി, അങ്ങനെ ഒരു 90 റേഞ്ചിലാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. അതിന് മേലെ ഒരു 91 92 വരെ പോയിട്ടുണ്ട്, പിന്നെ കയറിയിട്ടില്ല. അതേപോലെ ലോ പ്രൈസ് എന്ന് പറയുന്നത് ഒരു എന്താണ് 20 ആയിരുന്നു, 25, 23 അങ്ങനെ വേണ്ട അതൊരു 20 റേഞ്ചിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസ് 100 ആണ്, 14 ദിവസം മുമ്പുള്ള ഹൈ പ്രൈസ് 90ഉം ലോ പ്രൈസ് 20ഉം ആണ്. അപ്പൊ ഈ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലായി? 14 ദിവസം മുമ്പുള്ള ഹൈന്റെയും ലോന്റെയും കാട്ടിയും കൂടുതലാണ് ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസ്. അല്ലെ, ഇന്ന് ക്ലോസ് ചെയ്തപ്പോൾ 100ലെത്തി. ഈ ഒരു റേഞ്ചിലാണ് 14 ദിവസം മുമ്പ് മാർക്കറ്റ് നിന്നത്. അപ്പോ ഇന്നാണെങ്കിൽ 100ലാണ് ക്ലോസ് ചെയ്തത്. അപ്പൊ ഇതിനെക്കാട്ടി മുകളിലേക്ക് ഇന്ന് പോയിട്ടുണ്ട് പ്രൈസ്. അതായത് മാർക്കറ്റ് ഒരു ബുള്ളിഷ് മൂവ്മെന്റ് മുകളിലേക്ക് പോയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി 19 20ന്റെ ഇടയിലായിരുന്നു 14 ദിവസം മുമ്പ് മാർക്കറ്റ് ഉണ്ടായത്. പക്ഷെ ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസ് ഒരു 5 ആന്ന് വിചാരിക്കുക. ഒരു 5 ആണ് ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസ് എങ്കിലോ മാർക്കറ്റ് ഇന്ന് താഴേക്കാണ് പോയത്. ഒരു ബെയറിഷ് ആണ്, താഴേക്ക് മാർക്കറ്റ് പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇങ്ങനെ ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസും 14 ദിവസത്തെ ക്ലോസിംഗ് ഹൈയും ലോയും പ്രൈസുകൾ എത്രയാണ് അതിന്റെയൊക്കെ ഒരു ആവറേജ് നോക്കിയിട്ട് ഈ ക്ലോസിംഗ് പ്രൈസ് ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസ് അതിന് മുകളിലാണെങ്കിൽ മാർക്കറ്റ് മുകളിലേക്കും താഴെയാണെങ്കിൽ മാർക്കറ്റ് താഴേക്കുമാണ് പോണതെന്ന് മനസ്സിലാക്കാം. അപ്പൊ അതിനനുസരിച്ച് ട്രേഡ് നടത്താം. അപ്പോൾ ഈ 14 ദിവസത്തെ മുമ്പത്തെ പ്രൈസും ഇന്നത്തെ പ്രൈസും ഒക്കെ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞ H-C40 എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ഹൈ പ്രൈസ് മൈനസ് ക്ലോസിംഗ് പ്രൈസ് ഡിവൈഡഡ് ബൈ ലോ പ്രൈസ് മൈനസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വലിയൊരു കാൽക്കുലേഷൻ വെച്ചിട്ടാണ് ഈ പെർസെൻറ്റേജ് കെ കണ്ടുപിടിക്കുന്നത്. ആ കാൽക്കുലേഷൻ വെച്ച് പെർസെൻറ്റേജ് കെ കണ്ടുപിടിച്ചിട്ട് ഒരു ലൈനും ഉണ്ട്. ആ പെർസെൻറ്റേജ് കെയുടെ മൂവിങ് ആവറേജ്, ആ പെർസെൻറ്റേജ് കെയുടെ ഒരു കിട്ടിയല്ലോ. അപ്പൊ ആ പെർസെൻറ്റേജ് കെയുടെ ഒരു ഡെയിലി ഉള്ള പെർസെൻറ്റേജ് കെയുടെ മൂവിങ് ആവറേജ് കണ്ടെത്തിയിട്ടാണ് നമ്മൾ പെർസെൻറ്റേജ് ഡി, മൂവിങ് ആവറേജ് എന്താണെന്നൊക്കെ നമുക്ക് അറിയാം. അപ്പൊ അത് കണ്ടെത്തിയിട്ടാണ് അതിന്റെ ഒരു അല്ലെ മുന്നത്തെ പെർസെൻറ്റേജ് കെ, ഓരോ ദിവസത്തെയും പെർസെൻറ്റേജ് കെ എടുത്ത് അതിന്റെയൊക്കെ ഒരു മൂവിങ് ആവറേജ്, അതായത് ആവറേജ് വാല്യൂ കണ്ടെത്തിയിട്ടാണ് പെർസെൻറ്റേജ് ഡി എടുക്കുന്നത്. ആ ആവറേജ് വാല്യൂ 3 മൈനസ് ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് അതിന്റെ കണക്ക് വരുന്നത്. അപ്പൊ അതെന്തേലും ആവട്ടെ. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഹൈ ലോ പ്രൈസ് എന്താ, ക്ലോസിംഗ് പ്രൈസ് എന്താന്നൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ടെർമിനോളജീസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എല്ലാവർക്കും അറിയാം ഇപ്പൊ ഒന്ന് കരുതുന്നു. കാണാത്തവരോ അല്ലെങ്കിൽ ഇത് മറന്നു പോയവരാണെങ്കിൽ നമ്മുടെ ബേസിക് ടെർമിനോളജീസിന്റെ അല്ലെങ്കിൽ കാൻഡിൽസ്റ്റിക് പാറ്റേൺസിന്റെ ഒക്കെ വീഡിയോ എടുത്ത് ജസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ക്ലോസിംഗ് ഹൈ ലോ എന്നൊക്കെ മനസ്സിലാവും. അപ്പൊ ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസും 14 ദിവസത്തെ ഹൈ ലോയും പ്രൈസും തമ്മിൽ നോക്കി കമ്പയർ ചെയ്തിട്ടാണ് ഈ ലൈന് പെർസെൻറ്റേജ് കെ എന്നുള്ള ലൈൻ ഉണ്ടാക്കുന്നത്. അതിന്റെ ഒരു മൂവിങ് ആവറേജ് വെച്ചിട്ടാണ് പെർസെൻറ്റേജ് ഡി എന്നുള്ള ലൈൻ ഉണ്ടായത്. ഇത്രയും മനസ്സിലായെന്ന് കരുതുന്നു. ഇത് വെച്ച് എങ്ങനെ ട്രേഡ് എടുക്കാം? ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു ഇങ്ങനെ ഡോട്ട് ഡോട്ട് ആയിട്ടൊരു ലൈനുകൾ ഉണ്ടല്ലോ. ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് 80ലാണ് നിൽക്കുന്നത്. താഴെയുള്ളൊരു ഡോട്ട് ഡോട്ട് ലൈൻ ഉണ്ട്, അത് 20ലും ആണ് നിൽക്കുന്നത്. ഇപ്പൊ കാണിക്കുന്ന വാല്യൂ ആണ് ഈ ബ്ലൂവും ഓറഞ്ചും 27 31. പക്ഷെ ഈ ലൈൻ ശരിക്കും നിൽക്കുന്നത് 20ലാണ്, മുകളിൽ 80ലാണ്. അപ്പൊ 18 20 എന്നുള്ളതാണ് റേഞ്ച്. 80ക്ക് മുകളിൽ ഈ രണ്ട് ലൈനുകളും കയറി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം 80ക്ക് മുകളിലാണ് പോണതെങ്കിൽ അതിന്റെ അർത്ഥം ഓവർ ബോട്ട് എന്നാണ്. അതായത് അധികമായി വാങ്ങി. 80ക്ക് മുകളിലാണ് പോകുന്നതെങ്കിൽ ഓവർ ബോട്ട് എന്നും, അതുപോലെ തന്നെ 80ക്ക് താഴെയാണ് പോകുന്നതെങ്കിൽ ഓവർ സോൾഡ് എന്നും, സോറി 80ക്ക് താഴെയല്ല 20ക്ക് താഴെയാണ് പോകുന്നതെങ്കിൽ ഓവർ സോൾഡ് എന്നും, അതായത് അധികമായി അവിടെ വിറ്റുപോയി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ 80 എന്ന റേഞ്ചിന്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അധികമായി വാങ്ങി, അധികമായി അവിടെ ഓവർ ബോട്ടായി. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് വാങ്ങാനുള്ള ചാൻസ് കുറവ്, ഓവറായിട്ട് വാങ്ങിച്ചു. അപ്പൊ ഇനി വിക്കലാണ് ചാൻസ്. താഴേക്ക് പോയാലോ, 20ക്ക് താഴേക്ക് പോയാലോ, അതായത് ഈ ഒരു വര, ഇത് അടിയത്തി വരയാണ്, ഈ സ്ട്രെയിറ്റ് ആയിട്ട് കാണുന്ന ഈ ഒരു വരയാണ് 20. അതിന്റെയും താഴെ പോയി കഴിഞ്ഞാലോ ഓവർ സോൾഡ് ആയി, അതായത് അധികമായിട്ട് അവിടെ വിറ്റു. ഇനി അവിടെ വാങ്ങാനാണ്, മുകളിലേക്ക് വീണ്ടും ബൈയിലേക്ക് പോകാനാണ് ചാൻസ്. ഇത് നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. അതായത് ഇപ്പൊ ഈ ലൈന് നിങ്ങൾ നോക്കുക, ഈ ലൈൻ ഇവിടേക്ക് കയറിയപ്പോൾ ഓവർ ബോട്ടായി, കണ്ടോ, ഇവിടെ എത്തിയപ്പോൾ ഓവർ ബോട്ടായി. അവിടെ നിന്ന് നമ്മൾ മുന്നേ ഒക്കെ പറഞ്ഞ പോലെ ഈ പെർസെൻറ്റേജ് കെ ലൈൻ പെർസെൻറ്റേജ് ഡി ലൈനിനെ, അതായത് ഈ
രണ്ട് കളർ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇതിൽ പെർസെന്റേജ് കെ എന്ന് പറയുന്നത് ബ്ലൂ ലൈനും അതുപോലെ പെർസെന്റേജ് ഡി എന്ന് പറയുന്നത് ഓറഞ്ച് ലൈനും ആണ്. അപ്പൊ ഇവിടെ ഈ ബ്ലൂ ലൈൻ ഈ ഓറഞ്ച് ലൈനിനെ ക്രോസ് ചെയ്ത്, അതായത് ഡി ലൈനിനെ കെ ക്രോസ് ചെയ്താൽ ഇവിടെ ചെറിയൊരു ക്രോസ് നിങ്ങൾക്ക് കാണാം. അങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഓവർ ബോട്ട് 80ക്ക് മുകളിൽ കയറും ചെയ്തു. കെ ഈ ഡീനെ ബ്ലൂ ലൈൻ ഈ ഓറഞ്ചിനെ ക്രോസ് ചെയ്താൽ നമുക്ക് അവിടെ സെല്ലെടുക്കാം. അപ്പൊ ഇവിടെ വെച്ചിട്ടാണ് ആ ക്രോസിംഗ് നടന്നത്. ഇവിടെ സെല്ലെടുത്താൽ കുറച്ച് താഴേക്ക് പോയി കുറച്ച് ഇവിടം വരെ നമുക്ക് താഴേക്ക് പോയിട്ടുണ്ട്. ചെറിയൊരു മൂവ്മെന്റ് നമുക്ക് താഴേക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് കുറച്ചും കൂടി നമുക്ക് ഒരു ഹയർ ടൈം ഫ്രെയിമിൽ നോക്കാം. കേട്ടോ, ഹയർ ടൈം ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി നല്ല രീതിക്ക് അത് കിട്ടും. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുക. ഇവിടെ നോക്കുമ്പോൾ താഴേക്ക് വന്നിട്ടുണ്ട്, അതായത് ഓവർ സോൾഡിലേക്ക് 20 ഈ വരയ്ക്ക് താഴെ 20 താഴെ വന്നു. ഇവിടെ വെച്ചിട്ട് ഈ ഓറഞ്ചിനെ ഈ ബ്ലൂ ക്രോസ് ചെയ്തു. പെർസെന്റേജ് ഡി എ പെർസെന്റേജ് കെ ക്രോസ് ചെയ്തു. അല്ലെങ്കിൽ ഫാസ്റ്റ് ലൈൻ, ചിലതിൽ സ്ലോ ലൈൻ എന്നും പറയും. ഫാസ്റ്റ് പെർസെന്റേജ് കെനും ഡീനെ സ്ലോ എന്നും പറയും. നമുക്ക് ഇവിടെ പെർസെന്റേജ് കെ ഡി എന്ന് തന്നെ പറയാം. അപ്പൊ ഇങ്ങനെ ക്രോസ് ചെയ്തു. ഇങ്ങനെ ക്രോസ് ചെയ്തപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു ബൈ കൊടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലോട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അതേ പൊസിഷനിൽ ഇവിടെ എത്തിക്കഴിഞ്ഞ് ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഓവർ ബോട്ടിലെത്തി, 80ക്ക് മുകളിലെത്തി. ഇവിടെ ഓറഞ്ചിനെ ബ്ലൂ ക്രോസ് ചെയ്തു. അപ്പൊ ഈ ഒരു പോർഷനിൽ വെച്ചിട്ട് നമ്മൾ സെല്ല് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് മുകളിലോട്ട് വീണ്ടും പോയിട്ട് എന്നാലും പിന്നെ താഴേക്ക് തന്നെ വന്നിട്ടുണ്ട്. കുറച്ച് ലാഗിങ് ആണെങ്കിൽ പോലും ഇവിടം വരെ താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഇത് രണ്ടും താഴെ എത്തണം. കാരണം ഇവിടെ ബ്ലൂ ലൈൻ എത്തിയിട്ടുണ്ട്, ഓറഞ്ച് എത്തിയിട്ടില്ല. അപ്പൊ നിങ്ങൾ നോക്കുക, ഇത് രണ്ടും നല്ല ക്ലിയർ ആയിട്ട് ഇതാ ഇവിടെ നമുക്ക് ഇനി നോക്കാം. ഇവിടെ ഓവർ സോൾഡിലേക്ക് എത്തിയിട്ടുണ്ട്, ഈ ഓറഞ്ചിനെ ഈ ബ്ലൂ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഒരു ബൈ കൊടുത്താൽ മുകളിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് വൺ അവർ ക്യാൻഡിലാണ്. അപ്പൊ അത്രയ്ക്ക് ടൈം എടുക്കും. ഇത് 1 അവറിലൊക്കെ കുറച്ച് ഹയർ ടൈം ഫ്രെയിമിലാണ് നല്ലത്. ഇതൊക്കെ നമുക്ക് സ്റ്റോക്കുകളിൽ ഇന്ത്യൻ സ്റ്റോക്കുകളിലൊക്കെ നല്ല രീതിക്ക് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള എഫക്റ്റുകൾ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഫോറക്സിലും യൂസ് ചെയ്യാം, എല്ലാത്തിലും യൂസ് ചെയ്യാം. അപ്പൊ അത് നിങ്ങൾ നോക്കുക. നിങ്ങൾ ആദ്യം നേരിട്ട് എവിടെയൊക്കെ വന്നിട്ടുണ്ട് നോക്കുക. പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് നിങ്ങൾ ഇവിടെ നിന്നാണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ തൊട്ട് കുറച്ച് താഴെയായിട്ട് അതിന് മുന്നത്തെ ക്യാൻഡിലിൽ എത്ര ലോ വന്നിട്ടുണ്ടോ ആ ലോന്റെ അവിടെ ആയിട്ട് നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാവുന്നതാണ്. അതായത് അപ്പൊ ഇത്രയാണ് സ്റ്റോക്കാസ്റ്റിക്. അപ്പൊ ഇത് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പൊ ഇനി നമുക്ക് RSi നോക്കാം. അപ്പൊ RSi, അപ്പൊ ഇതിന് ഞാൻ നേരത്തെ വിട്ടുപോയൊരു കാര്യമാണ് എന്തുകൊണ്ട് ഓക്സിലേറ്റിംഗ് എന്ന് പറയുന്നത്. കാരണം ഇത് കണ്ടോ, ഇതൊരു 80ന്റെയും 20യുടെയും, അതായത് 0-100 തന്നെ ഒരു റേഞ്ച് എടുക്കാം, അല്ലെങ്കിൽ 20-80 എന്നുള്ള ഈ റേഞ്ചിൽ കിടന്ന് ഓക്സിലേറ്റ് ചെയ്യാണ്. അതിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങും, താഴെ നിന്ന് മുകളിലോട്ട് പോകും. അപ്പൊ അതാണ് ഇവിടെ ഒരു റേഞ്ച്. ആ റേഞ്ചിന്റെ ഇടയിൽ കിടന്ന് ഇങ്ങനെ ഓക്സിലേറ്റ് ചെയ്യാണ്. അങ്ങനെ ഓക്സിലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഓക്സിലേറ്റർ എന്ന് പറയുന്നത്. അതുപോലെ ഇത് ഏറ്റവും നല്ലത്, സ്റ്റൊക്കാസ്റ്റിക് ഏറ്റവും നല്ലത് ഒരു സ്ട്രെയിറ്റ് മാർക്കറ്റിൽ, ചോപ്പി മാർക്കറ്റ് എന്നൊക്കെ പറയാം. അതായത് നമ്മൾ വലിയ ട്രെൻഡ്, അപ് ട്രെൻഡോ അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡോ ഒന്നും അല്ല, അതൊരു സ്ട്രെയിറ്റ് മാർക്കറ്റിൽ, അല്ലെ, നേരെ പോകുന്ന ഒരു മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആണ് സ്റ്റൊക്കാസ്റ്റിക്. ഇനി നമുക്ക് ഇതിന്റെ ഒപ്പം തന്നെ RSi നോക്കാം. നമ്മൾ അവിടെ പോകുന്നു. RSi റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്, അതാണ് RSiയുടെ ഫുൾ ഫോം. അപ്പൊ RSi ഇവിടെ കൊടുത്തു, താഴെ വന്നു. RSiയും അതുപോലെ തന്നെയാണ്. കണ്ടോ, ഇവിടെയും 2 ലൈനിന്റെ ഉള്ളിലാണ്, ഇവിടെയും 2 ലൈനിന്റെ അകത്താണ് RSi വന്നിരിക്കുന്നത്. ഇവിടെ 70ക്കും 30ക്കും ഇടയിലാണ് ഓക്സിലേറ്റ് ചെയ്യുന്നത്. ഇവിടെ 80ക്കും 20ക്കും ആണ്, ഇവിടെ 70ക്കും 30ക്കും ഇടയിലാണ് ഓക്സിലേറ്റ് ചെയ്യുന്നത്. അതായത് ഇവിടെയും 2 ലൈനുകൾ കാണുന്നുണ്ടല്ലേ. ഈ 2 ലൈനിൽ ഇപ്പൊ സ്റ്റൊക്കാസ്റ്റിക്കിൽ നമ്മൾ പറഞ്ഞു ക്ലോസിംഗ് പ്രൈസും അതുപോലെ 40 ഡേയ്സ് ഹൈ ലോ പ്രൈസും തമ്മിലുള്ള കമ്പാരിസൺ ആണ് അവിടെ വരുന്നത്. RSiയിൽ എന്താണ് കമ്പാരിസൺ ആണ് വരുന്നത്? RSiയിൽ ഇവിടെ വരുന്നത്, അതായത് മുന്നത്തെ പ്രൈസുകളുടെ, ഇത് കുറച്ച് ശ്രദ്ധിച്ച് കേൾക്കണം, മുന്നത്തെ പ്രൈസുകളുടെ RSi എന്ന് പറയുമ്പോൾ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്. RSiക്കും ഈ പറഞ്ഞ പോലെ ഒരു ഫോർമുല ഉണ്ട്. RSi എന്ന് പറയും റിലേറ്റീവ് സ്ട്രെങ്ത്. ഈ റിലേറ്റീവ് സ്ട്രെങ്ത് വെച്ചിട്ട് ആദ്യം നോക്കും. ആ റിലേറ്റീവ് സ്ട്രെങ്ത് എന്നാണ് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് നോക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്നലത്തെ വെച്ച് തൊട്ട് മുന്നത്തെ 14 ക്യാൻഡിലുകൾ നോക്കി. അപ്പൊ ഇതിൽ 14 ക്യാൻഡിൽ ഇല്ല, എന്നാലും നമുക്ക് കുറച്ചൊരു 6-7 ക്യാൻഡിൽ ഉണ്ട്. നമുക്ക് നോക്കാം. ഞാൻ ആദ്യത്തെ ദിവസത്തെ ക്യാൻഡിൽ ക്ലോസ് ആയത്, ക്ലോസിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ആദ്യത്തെ ദിവസത്തിന് 10ലാണ് ക്ലോസിംഗ് പ്രൈസ്. രണ്ടാമത്തെ ദിവസത്തെ ക്ലോസിംഗ് പ്രൈസ് 5ആണ്. അപ്പൊ ഇതിനെക്കാട്ടി താഴെയാണ് ഇതിന്റെ ക്ലോസിംഗ് പ്രൈസ്. അപ്പൊ നമ്മൾ ഈ ക്യാൻഡിലിനെ ക്ലോസ് താഴെയാണല്ലോ, ക്ലോസ് ഡൗൺ എന്ന് പറയുന്നു. ക്ലോസ് ഡൗൺ ക്യാൻഡിൽ എന്ന് പറയുന്നു. ഇനി രണ്ടാമത്തെ ക്യാൻഡിൽ, ഈ ക്യാൻഡിൽ നോക്കാം. ഈ 5നെക്കാട്ടിയും താഴെയാണ് ഇതിന്റെയും പ്രൈസ്. അപ്പൊ ഇതിനെയും നമ്മൾ ക്ലോസ് ഡൗൺ ക്യാൻഡിൽ എന്ന് പറയുന്നു. ഇനി ഈ ക്യാൻഡിൽ എന്ന് പറയുന്നത്
ഈ 4-നെക്കാട്ടി മുകളിലാണ്. ഇതിന്റെ ക്ലോസിംഗ് 4 പക്ഷെ ഇതിന്റെ ക്ലോസിംഗ് 8. ഈ തൊട്ട് മുന്നത്തേനെക്കാട്ടിയും കൂടുതലാണ് ഇതിന്റെ ക്ലോസിംഗ്. അപ്പൊ അതിനെ നമ്മൾ ക്ലോസ് അപ്പ് എന്ന് പറയും. ഇനി അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വരുന്ന ക്യാൻഡിൽ അല്ലെങ്കിൽ പിന്നത്തെ ക്യാൻഡിലുകളോ അത് 12. അപ്പൊ അതിന്റെ തൊട്ട് മുന്നത്തെ ക്യാൻഡിലിന്റെ ക്ലോസിംഗ് പ്രൈസ് 8, വീണ്ടും മുകളിലായി. അപ്പൊ നമ്മൾ അതിനെയും ക്ലോസ് അപ്പ് എന്ന് പറയും. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്നതോ ഈ 12-നെക്കാട്ടി മുകളിലായിരുന്നു ക്ലോസിംഗ് പ്രൈസ് 14. അപ്പൊ അതും ക്ലോസ് അപ്പ് ആണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് വന്നതോ ഈ 14-നെക്കാട്ടിയും താഴെയാണ് ഈ 7 വന്നത്. അപ്പൊ അതിനെ നമ്മൾ ക്ലോസ് ഡൗൺ എന്ന് പറയുന്നു. ഇങ്ങനെ നമ്മൾ 14 മുന്നത്തെ 14 ക്യാൻഡിലുകൾ എടുക്കുന്നു. ആ 14 ക്യാൻഡിലുകളിൽ ഇപ്പൊ ഇവിടെ എത്ര ക്ലോസ് ഡൗൺ ക്യാൻഡിൽ ഉണ്ട്? ഇത് ക്ലോസ് ഡൗൺ ആണ്, 1, 2, ഇത് ക്ലോസ് ഡൗൺ ആണ്, ഇത് ക്ലോസ് ഡൗൺ, 3 ക്ലോസ് ഡൗണും 3 ക്ലോസ് അപ്പ് ക്യാൻഡിലും ഉണ്ട്. ഇങ്ങനെ നമ്മൾ 14 ക്യാൻഡിലുകൾ മുന്നത്തെടുത്ത് അതിൽ എത്ര ക്ലോസ് അപ്പ് ക്യാൻഡിലുകൾ ഉണ്ട്, എത്ര ക്ലോസ് ഡൗൺ ക്യാൻഡിൽ ഉണ്ട് എന്ന് നോക്കും. അപ്പൊ ആ എത്ര ക്ലോസ് അപ്പ് ക്യാൻഡിലും എത്ര ക്ലോസ് ഡൗൺ ക്യാൻഡിലും ഉണ്ടെങ്കിൽ അതിനെ രണ്ടിനെയും, ഈ ക്ലോസ് അപ്പിനെയും ക്ലോസ് ഡൗണിനെയും നമ്മൾ ഡിവൈഡ് ചെയ്യും. ക്ലോസ് അപ്പ് ഡിവൈഡഡ് ബൈ ക്ലോസ് ഡൗൺ. ഇതിനെ രണ്ടിനും ക്യാൻഡിൽ. അപ്പൊ ഇതില് 3 ക്യാൻഡിൽ 3 3 ആണ്. 3 3 ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും. ഇത് എത്ര? 5 ക്ലോസ് അപ്പ് ക്യാൻഡിൽ ഉണ്ടെങ്കിൽ 5 14 എണ്ണല്ലോ നമ്മൾ എടുക്കുന്നത്. അപ്പൊ അതിൽ ഒരു 5 അല്ല ഒരു 8 ക്ലോസ് അപ്പ് ക്യാൻഡിലും ഉണ്ട്. ഒരു ബാക്കി 6 ക്ലോസ് ഡൗൺ ക്യാൻഡിലും ഉണ്ടെങ്കിൽ 8 ഡിവൈഡഡ് ബൈ 6 ചെയ്യും. എന്നിട്ട് അതിന്ന് കിട്ടുന്ന ഒരു ആൻസർ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് അല്ല, റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ആ റിലേറ്റീവ് സ്ട്രെങ്ത്തിന് ഒരു പ്രത്യേക ഫോർമുല വെച്ചത് 100 - 100 ഡിവൈഡഡ് ബൈ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിലേറ്റീവ് സ്ട്രെങ്ത്തും കൂടി കൂട്ടിയിട്ട് ഒരു ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഞാനത് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ എങ്ങനെയാണ് റിലേറ്റീവ് സ്ട്രെങ്ത് വരുന്നതെന്നും എങ്ങനെയാണ് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് കണ്ടുപിടിക്കുക എന്നതും. അപ്പൊ ആ ഫോർമുലയൊക്കെ ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അത് വെച്ച് മനസ്സിലാക്കിയാൽ കുറച്ചും കൂടി നല്ലതാണ്, കുറച്ചും കൂടി നല്ല, വളരെ നല്ല കാര്യമാണ്. പക്ഷെ അത് ഞാൻ കുറെ പറഞ്ഞ് ഡീറ്റെയിൽ ആക്കി വീഡിയോ ലെങ്ത് കൂട്ടി പിന്നെ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് റിലേറ്റീവ് സ്ട്രെങ്ത് വരിക എന്ന് മനസ്സിലാക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് മുകളിലേക്ക് പോകുകയാണെങ്കിൽ ഇവിടെ ഒരു സൈഡ് വൈസ് മാർക്കറ്റ് ആണ്. ഇതിന് ഏറ്റവും നല്ലത് ട്രെൻഡിങ്, ഞാൻ പറഞ്ഞു സ്റ്റൊക്കാസ്റ്റിക് നമുക്ക് സൈഡ് വൈസ് മാർക്കറ്റിൽ ഉപയോഗിക്കാം. ചെറിയ ചെറിയ മൂവ്മെന്റുകൾ വരെ സ്റ്റൊക്കാസ്റ്റിക്കിൽ കാണിച്ചു തരും. പക്ഷെ RSI കുറച്ചും കൂടി അപ് ട്രെൻഡ് മാർക്കറ്റോ ഡൗൺ ട്രെൻഡ് മാർക്കറ്റോ ഒക്കെ ആണെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്നതാണ് RSIക്ക് നല്ലത്. അപ്പൊ RSI ഇപ്പൊ ഞാന് നമുക്കൊരു ഇന്ത്യൻ സ്റ്റോക്ക് എടുത്ത് നോക്കാം. ഇപ്പൊ ഞാൻ യെസ് ബാങ്കിന്റെ ഒരു സ്റ്റോക്ക് എടുത്തു. അപ്പൊ ഇതില് എടുത്തു നോക്കി നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കാം. ഇവിടെ കണ്ടോ RSI എന്ന് പറയുന്നത് ഓവർബോട്ട് റീജിയനിലെത്തി. ഇവിടെയും ഇത് തന്നെ, മുകളിലേക്ക് പോയാൽ ഓവർബോട്ടും താഴെ ഓവർസോൾഡും. ഈ ഓവർബോട്ട് റീജിയനിലെത്തി. അപ്പൊ അവിടെ വെച്ചിട്ട് കണ്ടോ ഇവിടെ നിന്ന് ഒരു സെല്ല് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ഇതാ ഇവിടം വരെ ഒരു സെല്ല് കിട്ടിയേനെ. അതുപോലെ തന്നെ ഓവർസോൾഡ് റീജിയനിലേക്ക് ഇപ്പൊ ഇവിടെ ജസ്റ്റ് ടച്ച് ചെയ്തിട്ടുള്ളൂ, നല്ല പോലെ ഒരു ഓവർസോൾഡ് റീജിയനിലേക്ക് വന്നിട്ട് ഇവിടെ കണ്ടോ ഒരു ഓവർസോൾഡ് റീജിയനിലേക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് ബൈ എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇതാ മുകളിലേക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെ സ്റ്റൊക്കാസ്റ്റിക്കിലും അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. അവിടെ ക്രോസ് ഓവർ നടന്നിട്ടുണ്ട്. അപ്പൊ അവിടുന്ന് കുറച്ച് മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ രണ്ടിലും കാണിക്കുന്നുണ്ട്. അപ്പൊ കുറച്ചും കൂടി സ്ട്രെയിറ്റ് മാർക്കറ്റ് ആണെങ്കിൽ സ്റ്റൊക്കാസ്റ്റിക് കുറച്ചും കൂടി ഇൻഡിക്കേറ്റ് ചെയ്യും. പക്ഷെ RSI എന്ന് പറയുന്നത് കുറച്ചും കൂടി ട്രെൻഡി മാർക്കറ്റിലാണ്. അപ് ട്രെൻഡോ ഡൗൺ ട്രെൻഡ് ഒക്കെ ആണെങ്കിലാണ് RSI നല്ലപോലെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ സ്ട്രെയിറ്റ് മാർക്കറ്റിൽ സ്റ്റൊക്കാസ്റ്റിക്കിൽ കണ്ടോ ഇവിടെ ഇവിടെ ഏകദേശം സ്ട്രെയിറ്റ് ആയിട്ടാണ് മാർക്കറ്റ് പോകുന്നത്. പക്ഷെ സ്റ്റൊക്കാസ്റ്റിക്കിൽ അവിടെ നല്ല ഓവർബോട്ടും ഓവർസോൾഡ് ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ RSI താഴേക്കൊന്നും പോയിട്ടില്ല, ഏകദേശം അതിന്റെ ഉള്ളിൽ തന്നെയാണ് നിന്നത്. പക്ഷെ ഇവിടെ നല്ല മൂവ്മെന്റ് ഉള്ളിടത്ത് നോക്കൂ, ഇവിടെ നല്ല മൂവ്മെന്റ് ഉണ്ടായപ്പോൾ അവിടെയൊക്കെ RSI ഓവർബോട്ടിലേക്കൊക്കെ വന്ന് ഇൻഡിക്കേഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ RSI കുറച്ചും കൂടി നല്ല മൂവ്മെന്റ് ഉണ്ടെങ്കിലാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. പക്ഷെ രണ്ടും ചെയ്യേണ്ടത് ഒരുപോലെ തന്നെ. ഈ ഓവർബോട്ട് റീജിയനിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇവിടെ ഈ ബ്ലൂ ലൈൻ ഓവർബോട്ട് റീജിയനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നെ സെല്ല് കൊടുക്കാം. അതുപോലെ തന്നെ സ്റ്റൊക്കാസ്റ്റിക്കിന് ഇവിടെ ഓവർബോട്ട് റീജിയനിലും വന്ന് ഇവിടെ ക്രോസ് ഓവറും നടന്നു. ഇവിടെയും ഇതുപോലെ യെല്ലോ ലൈനിനെ ക്രോസിംഗ് ഓവർ നടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൊടുത്ത കൂടുതൽ നല്ലതായിരിക്കും. ഇവിടെ ഈ യെല്ലോ ലൈനിനെ ഇത് ക്രോസ് ഓവർ ചെയ്യുന്നുണ്ട്. ആ ക്രോസ് ഓവർ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ഈ പൊസിഷനിലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് നല്ല രീതിക്ക് കിട്ടും. ഇവിടെയും താഴെയും അതുപോലെ തന്നെ. വളരെ സിമ്പിൾ ആണ്. നമ്മൾ കുറെ ഇൻഡിക്കേറ്റേഴ്സ് പറഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. മുന്നത്തെ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ നമ്മളിങ്ങനെ ക്രോസിംഗ് ഓവറും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആണ്. ക്രോസിംഗ് ഓവറിന്റെ കാര്യം നോക്കി ചെയ്യാം. ഇത് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. RSIയും സ്റ്റൊക്കാസ്റ്റിക്കും എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമ്മുടെ ഈ സീരീസിലെ 4ാമത്തെ വീഡിയോ ആണിത്. പിന്നെ അടുത്ത ഒരു വീഡിയോ എനിക്ക് തോന്നുന്നു, അടുത്തൊരു വീഡിയോയിൽ ഞാൻ അടുത്തൊരു 2 ഇൻഡിക്കേറ്റേഴ്സ് പരിചയപ്പെടുത്താം. അപ്പോൾ അതോടുകൂടി ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഏകദേശം ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഞാൻ പറഞ്ഞു, ഞാൻ കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ് പറയുന്നത്. ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് അവൈലബിൾ ആണ്, പക്ഷെ ഞാൻ സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് ആണ് പറയുന്നത്. അപ്പോൾ ആ ഇൻഡിക്കേറ്റേഴ്സ് ഏകദേശം ഒരു മെയിൻ ഇൻഡിക്കേറ്റേഴ്സിൻ്റെയൊക്കെ വീഡിയോ അടുത്തൊരു വീഡിയോയോട് കൂടി കഴിയും. പിന്നെ ഈ ഇൻഡിക്കേറ്റേഴ്സൊക്കെ ചിലതൊക്കെ
കമ്പൈൻ ചെയ്ത് നമുക്ക് കുറേ സ്ട്രാറ്റജികളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഓരോ വീഡിയോസിനും ഇടയിലായിട്ട് ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ഇൻഡിക്കേറ്ററിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം. അപ്പോൾ അങ്ങനെ കുറേ പേർക്കൊക്കെ ഏതെങ്കിലും ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാനത് ഒരു വീഡിയോ ആയി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയറും കൂടി ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഐ എം ഡോക്ടർ ശരണ്യ രജീഷ്. ബൈ ബൈ.